Assalamu alaikum wa rahmatullahi wa barakatuh. May Allah shower His peace and blessing all over us. It's my privilege to stand on the dais in front of the most valuable thing for me, my family, my blood, and my dear amigos. Myself, Shabi Muhammad Sharif, son of V. Muhammad Sharif, grandson of Marhum Navy Abu Bakr Sahib and PP Mamu Haji. ഒരു ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ നിവർന്നു നിൽക്കുമ്പോൾ ഇതിലും നല്ലൊരു അഡ്രസ്സ് എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഏറ്റവും അഭിമാനിക്കുന്ന ഒരു കാര്യം നബി അബൂബക്കർ സാഹിബിന്റെയും PP മമ്മു ഹാജി സാഹിബിന്റെയും ചെറുമകനായി ജനിച്ചു എന്ന വിഷയത്തിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഞാൻ കേൾക്കുക മാത്രം ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികളുടെ പേരാണ് കുറച്ചു മുമ്പേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ എൻ്റെ പ്രായത്തിലുള്ള, എൻ്റെ അതേ ഏജിലുള്ള മറ്റ് ചെറുപ്പക്കാരോട് ഒരുപക്ഷെ ചോദിക്കുകയാണെങ്കിൽ ഇതേ ഉത്തരം തന്നെയായിരിക്കും നിങ്ങൾക്കും ഏവർക്കും ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയുള്ളത്. എൻ്റെ കസിൻസ് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് പറയാൻ കഴിയും, കൺഫ്യൂഷൻ ഒന്നുമില്ലാതെ. നേരെ മറിച്ച് എൻ്റെ ഉമ്മാന്റെ കസിൻസ് ആരൊക്കെ, എൻ്റെ ഉപ്പാന്റെ കസിൻസ് ആരൊക്കെ എന്ന് ചോദിച്ചാൽ ഞാൻ കൈമലർത്തും. എനിക്കറിയില്ല ആരാണുള്ളത്. എൻ്റെ മാത്രം പ്രശ്നമാണോ ഇത് എന്ന് എനിക്കറിയില്ല. ഇതിന്റെ ഒരു ഗൗരവമേറിയ വിഷയം എവിടെയാണ് കിടക്കുന്നത് വെച്ചാൽ, ചിലപ്പോൾ പല പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരു ഉമ്മാന്റെ അതല്ലെങ്കിൽ ഒരു ഉപ്പാന്റെ ഉദരത്തിൽ നിന്നുണ്ടായ, ഒരു ഉമ്മാന്റെ ഉദരത്തിൽ നിന്നുണ്ടായ ആൾക്കാർ തന്നെയാവും ഒരുപക്ഷെ രണ്ട് സൈഡിലായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ഭീകരാണ് ആ കാര്യം എന്ന് ആലോചിച്ച് നോക്കേ. ഒരു ഉപ്പാന്റെ ചോരയിൽ നിന്ന്, ഒരു ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് ഉണ്ടായ സന്തതികള് ഒരു പ്രശ്നത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോർക്കുക എന്നൊരു വിഷയം. നമ്മുടെ കുടുംബത്തിന് വളരെ പ്രൗഢമായ, പ്രചുലമായ ഒരു ചരിത്രമാണ് ഉള്ളത്. നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം ഒരുപക്ഷെ നമ്മൾ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ കറാച്ചിയിലും, പാകിസ്ഥാനിലെ കറാച്ചിയിലും, ബർമയിലും, അങ്ങനെ പുറം രാജ്യങ്ങൾക്ക് പോലും ഒരുപക്ഷെ നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യം കണ്ടുകിട്ടാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ സമയത്ത് തമാശ രൂപേണ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് മുസൽമാൻ ഭായിജാൻ പാകിസ്ഥാൻ ചലോ ചലോ എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അന്ന് ഭയപ്പെടാതിരുന്നത് കറാച്ചിക്കാർ മാത്രമാണെന്ന് ആരൊക്കെ പറയുകയുണ്ടായിരുന്നു. ഒരുപക്ഷെ കറാച്ചിയിലും അവിടെയുള്ള നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാവാനാണ് ചാൻസ്. ഈ ഒരു കുടുംബ സംഗമം ഒരുപക്ഷെ 1-2 വർഷങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ കൂടെ തോളോട് തോള് ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന പലരും ഇന്നിപ്പോ നമ്മുടെ കൂടെ ഇല്ല. 1-2 വർഷങ്ങൾക്ക് മുമ്പേ നടക്കേണ്ടിയിരുന്നതാണ് ഏത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരഭിപ്രായം. ഈ വിഷയത്തിനോടൊപ്പം തന്നെ ഇന്നൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പറയുന്നതെന്നേ ഉള്ളൂ. കച്ചവടത്തിന്റെ കാര്യത്തില് അട്ടയുടെ കണ്ണ് കണ്ടവരാണ് കറാച്ചി കളത്തിലെ കുടുംബം. പൊതുവെ പുറത്തുള്ളൊരു ചൊല്ലാണ് അത്. GCC, UAE, സൗദി, ഖത്തർ, അങ്ങനെ GCC രാജ്യങ്ങളിലൊക്കെയും കച്ചവടത്തിന്റെ കാര്യത്തിൽ അഗ്രഗണ്യന്മാരാണ് നമ്മുടെ കുടുംബത്തിലുള്ളവർ. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട വളരെ ഗൗരവമേറിയ ഒരു വിഷയം കൂടിയുണ്ട്. മികച്ച ബിസിനസ് മാഗ്നറ്റ്സ് നമ്മുടെ കുടുംബത്തിലുണ്ട്. എത്ര ബ്യൂറോക്രാറ്റ്സ് നമ്മുടെ കുടുംബത്തിലുണ്ട്, എത്ര ആക്ടേഴ്സ്, എത്ര പ്രാസംഗികന്മാര്, എത്ര പണ്ഡിതന്മാര്, എത്ര അഭിനേതാക്കള്, എത്ര മ്യൂസീഷ്യൻസ്, എത്ര ട്രാവലേഴ്സ്, എത്ര സാഹിത്യകാരന്മാർ. ഇതൊക്കെ എത്ര നമ്മുടെ കുടുംബത്തിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കൈമലർത്തേണ്ടി വരും. വിരലിൽ എണ്ണാവുന്ന 1-2 ആൾക്കാർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഒരുപക്ഷെ PGക്കൊക്കെ പോയിട്ട് വിരലെണ്ണുന്ന ആൾക്കാർ. ഒരു ശരാശരി നമ്മുടെ കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ ഭാവി എന്ന് പറയുന്നത് SLC കഴിയുന്നു, +1 +2, 1-2 ആൾക്കാർ ഡിഗ്രിക്ക് പോകുന്നു, ഡയറക്റ്റ് സൂപ്പർ മാർക്കറ്റ്. ഇങ്ങനെ തീരേണ്ടതാണോ നമ്മുടെ കുടുംബത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ ഭാവി? എന്റെ സംശയം മാത്രമാണ്. ഒരിക്കലും അങ്ങനെ തീരേണ്ടതില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആക്ടിങ്ങിന്റെയും മ്യൂസിക്കിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാർ കേൾക്കുന്നത് അതൊക്കെ നമുക്ക് ചേർന്നതാണോ, നമ്മുടെ ദീനിന് ചേർന്നതാണോ, നമ്മുടെ പാരമ്പര്യത്തിന് ചേർന്നതാണോ? നമ്മുടെ ദീന് എന്നൊരു വിഷയമാണ് മിക്കവാറും. ദീന് എന്ന് പറയുമ്പോൾ ആരും ഒരിക്കലും വിചാരിക്കരുത് ശരീഫ് ഹാഷിമും തെറിച്ചു പോയെന്ന് ഒരിക്കലും ഒരാളും വിചാരിക്കരുത്. ഒരു മുസൽമാനായി ജനിച്ചു എന്നതാണ് എൻ്റെ അഭിമാനബോധത്തിന്റെ ഏറ്റവും വലിയ എൻ്റെ അഭിമാനബോധം. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മനുഷ്യനായിരുന്ന ദ മോസ്റ്റ് കംപ്ലീറ്റ് മാൻ ഓഫ് ദ ഹിസ്റ്ററി, പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദിന്റെ അനുയായിയായി എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനബോധം. എന്നാൽ കൂടി ഞാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പറയുന്നത് എന്നേ ഉള്ളൂ, ഒന്ന് വഴി മാറി നടക്കാൻ ഒരു ചെറുപ്പക്കാരന് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ദീനിന് ചേർന്നതാണോ, നമ്മുടെ കുടുംബത്തിന് പാരമ്പര്യത്തിന് ചേർന്നതാണോ? അതേ അവസരത്തിൽ എന്നാൽ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, നമ്മുടെ കുടുംബത്തിൽ എത്ര ഹാഫിലുകളുണ്ട്? ദീനിന്റെ വിഷയം എല്ലാവരും പറയുമ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ എന്നോട് പറഞ്ഞ ആൾക്കാരോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം, എത്ര ഹാഫിലുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്? ഉത്തരം ഉണ്ടാവില്ല. അപ്പൊ ദീനല്ല വിഷയം. വഴിമാറി നടക്കാൻ ആർക്കും താല്പര്യമില്ല.
പ്രശസ്ത ഒരു ഇംഗ്ലീഷ് കവിയുണ്ട്, ജോസഫ് ഫ്രോസ്റ്റ് ആണോ റോബർട്ട് ഫ്രോസ്റ്റ് ആണോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. മിസ്റ്റർ ഫ്രോസ്റ്റിനെ ഫ്രോസ്റ്റ് ആക്കിയ ഒരു കവിതയുണ്ട്, ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ തിരഞ്ഞെടുക്കപ്പെടാത്ത എന്റെ വഴി. തന്റെ അധ്യാപക ജീവിതത്തിൽ തുടർന്നു കൊണ്ടിരുന്ന ജോസഫ് ഫ്രോസ്റ്റ് ഇത് എന്റെ വഴിയല്ല, എന്റെ വഴി കവിതകളാണ് എന്ന് തിരിച്ചറിഞ്ഞ ജോസഫ് ഫ്രോസ്റ്റ് ഒരു ദിവസം തന്റെ അധ്യാപക ജോലി വലിച്ചെറിഞ്ഞ് ഇറങ്ങുകയാണ്. തന്റെ പാഷന് കവിതയാണെന്ന് അറിഞ്ഞ ജോസഫ് ഫ്രോസ്റ്റ് ആ വഴിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ജോസഫ് ഫ്രോസ്റ്റിനോട് ചോദിക്കുന്നു, നല്ല മികച്ച സാലറി കിട്ടുന്ന, മികച്ച പൊസിഷനുള്ള, നല്ലൊരു ഐഡന്റിറ്റി തരുന്ന ഈ ഒരു ജോലി വിട്ടിട്ട് എന്തുകൊണ്ട് താങ്കൾ പുറത്തൊരു വഴി എടുക്കുന്നു? ജോസഫ് ഫ്രോസ്റ്റ് അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്, അത് ഞാൻ തെരഞ്ഞെടുക്കപ്പെടാത്തൊരു വഴിയാണ്. ഇറ്റ് വാസ് എ റോഡ് ദാറ്റ് ഐ ഹാവ് നെവർ ടേക്കൺ. ഞാൻ എടുക്കാത്തൊരു വഴിയായിരുന്നു അത്. ജോസഫ് ഫ്രോസ്റ്റിനെ പോലെയുള്ള മികച്ച കവികളും കലാകാരന്മാരും ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായേക്കാം. മികച്ച സഞ്ചാരികൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായേക്കാം. മികച്ച പണ്ഡിതന്മാര്, മികച്ച എഴുത്തുകാര്, മികച്ച അഭിനേതാക്കള്, ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായേക്കാം. പക്ഷെ എന്തോ പല പല കാരണങ്ങൾ കൊണ്ട് ഇവരെ ഒന്നും നമ്മൾ കാണാൻ സാധിക്കുന്നില്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യം വലിയൊരു ചോദ്യമായിക്കൊണ്ട് തന്നെ നമ്മുടെ ഇവരുടെ മുന്നിൽ അങ്ങനെ നീണ്ടു നിവർന്നു നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാരുടെ പല വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ കുടുംബ ബന്ധങ്ങള് അറിവില്ലായ്മ കൊണ്ട്, അറിയാത്തത് കൊണ്ട്, എനിക്കറിയില്ല എന്റെ കസിൻസ് ആരാണെന്നുള്ളത്, ഒരുപക്ഷെ അവർക്കറിയില്ല ഞാൻ ആരാണെന്നുള്ളത്. ഇന്ന് ഇങ്ങനെ ഒരു കുടുംബ സംഗമം ഉണ്ടായി എന്നൊരൊറ്റ കാരണം കൊണ്ട് ഞാൻ പുതുതായി കാണുന്ന ഒരുപാട് മുഖങ്ങൾ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ എനിക്ക് സങ്കടം, ഇതൊക്കെ എന്റെ കസിൻസ് ആയിരുന്നു, എന്റെ ഉപ്പാന്റെ കസിൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ആൾക്കാരായിരുന്നു എന്ന് ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് വേണ്ടി വന്നു. ഞാൻ ഇവരൊക്കെ അറിയാന്, സ്വന്തം ചോരയെ ഞാൻ മനസ്സിലാക്കാന് ഇന്ന് ഇങ്ങനെ ഒരു സംഘം ഇവിടെ കൂടേണ്ടി വന്നു. ഇത് 1-2 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായി എങ്കിൽ എത്ര മനോഹരമായിരുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത പലരെയും പുഞ്ചിരിക്കുന്ന മുഖമായിക്കൊണ്ട് നമുക്ക് അവരെ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ കാണുവാൻ സാധിക്കുമായിരുന്നു. ഒരു കുടുംബം എന്ന് പറയുന്നത്, കുടുംബത്തെ ചരിത്രകാരന്മാർ പലരും, പല മനഃശാസ്ത്രജ്ഞന്മാരും ഉപമിച്ചത് കുടുംബം എന്നത് വലിയൊരു ആൽമരം പോലെയാണ്. പാറക്കെട്ടുകളിലേക്കും കരിങ്കലിലേക്കും ആഴ്ന്നിറങ്ങുന്ന വേരുകളുള്ള ഒരു കുടുംബം. താഴെ ഇരിക്കുന്ന അശരണർക്ക് തണലേകുന്ന ഒരു വലിയൊരു ആൽമരം. പറന്നു വരുന്ന കിളികൾക്കും അതുപോലെയുള്ള മറ്റു പക്ഷികൾക്കും കൂടെടുക്കുന്ന ഒരു കുടുംബം. നമ്മുടെ ഈ കാരാച്ചി കളത്തിൽ കുടുംബം അതുപോലെ വലിയൊരു ആൽമരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിഷയങ്ങൾക്ക്, സംസാരിച്ചു തീരാവുന്ന വിഷയങ്ങൾക്ക് പലപ്പോഴും അതിനുള്ള ഒരു ഇടം നമ്മൾ നൽകുന്നില്ല. ഒന്നിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഈ ഒരു ലോകത്തിനുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ നിന്നും പുതിയ പുതിയ ബ്യൂറോക്രാറ്റ്സ്, IAS, IPS, IFS, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഇവരൊക്കെ ഉയർത്തെഴുന്നേൽക്കണം. വെറുതെ ജീവിച്ചു മരിക്കുവാൻ മാത്രമായിക്കൊണ്ട് കാരാച്ചി കളത്തിൽ കുടുംബത്തിലെ ഒരാളും ഇവിടെ ഉണ്ടാവരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട് എനിക്ക്. നാളെ നമ്മുടെ ലോകത്തിന് മുന്നിൽ നിവർന്ന് നിന്നുകൊണ്ട് ഞാനൊരു കാരാച്ചിക്കാരനാണ്, കറാച്ചി കുടുംബത്തിലുള്ള ഒരാളാണ് ഞാൻ, അതെന്റെ ആങ്ങളെയാണ്, അതെന്റെ പെങ്ങളാണ്, അതെന്റെ വല്ലിപ്പയാണ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റിയ അവസരങ്ങൾ നമ്മുടെ ചെറുപ്പക്കാര് നമുക്ക് മുമ്പിൽ തുറന്നിടണം. ചരിത്രത്തിലെ തുല്യതയില്ലാത്ത കുടുംബ ബന്ധത്തിനാവട്ടെ നമ്മുടെ മാതൃകകൾ. ഞാൻ ആശംസിക്കുന്നു, ഒന്നുകൂടെ വലിയൊരാൽമരം പോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പടർന്ന് പന്തലിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.